20 രൂപയാണ് ഇവിടെ പ്രവേശന ഫീസ്. ഇങ്ങനെയൊരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട്. അധികമാരും അറിയപ്പെടാത്ത ഒരു സ്ഥലം. ഇവിടെ ഒത്തിരി കുതിരവണ്ടികളുണ്ട്, ഒത്തിരി കാഴ്ചകളുണ്ട്, എല്ലാം നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് 20 രൂപയുടെ ഒരു പാസ് എടുക്കാം. ഇതാണ് പ്രവേശന കവാടം. തിരക്ക് കൂടുന്നതിന് മുമ്പ് നമുക്കൊരു ടിക്കറ്റ് എടുക്കാം. ഉള്ളിൽ നല്ല തിരക്കാണ് കേട്ടോ. കാഴ്ചകളും വിശേഷങ്ങളും ഒത്തിരിയുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ സ്ഥലം നമ്മൾ ഒത്തിരി സിനിമകളിൽ, മലയാളം തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. വൺ ഡേ ട്രിപ്പിന് നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. ഒരു വൺ ഡേ ട്രിപ്പ് ആലോചിക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് പോരെ. പേടിക്കണ്ട പൊക്കോ, പേടിക്കണ്ട. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഫുൾ കാഴ്ചകൾ കാണാം. നമ്മളിപ്പം പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഡാമിന് സമീപമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി പാർക്കുണ്ട്. ഇതുണ്ട്, ഫുള്ള് ഒരു അടിപൊളി പാർക്ക്. ഇതേ പൊക്കത്ത് കാണുന്നതാണ് പോത്തുണ്ടി ഡാം. അപ്പോൾ ഈ പോത്തുണ്ടി ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാമാണ്. ഇവിടെ ഒത്തിരി കളിസ്ഥലങ്ങളും സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കയറുന്നതിന് 20 രൂപയാണ് പ്രവേശന ചാർജ്. കുറേ കാഴ്ചകളുണ്ട്, നമുക്കെല്ലാം കാണാം. അപ്പം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാം. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ നല്ല പൂച്ചെടിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചേക്കുന്ന ഒരു നല്ല ഗാർഡനാണ്. നമ്മുടെ മലമ്പുഴ ഗാർഡനൊക്കെ പോലെ. നമുക്കിനി കുറേ സ്ഥലങ്ങളുണ്ട്, ആ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ 20 രൂപയാണ് ഇവിടെ ചാർജ്. ഇതുണ്ടോ, അടിപൊളി വ്യൂ ആട്ടോ. മുകളിലായിട്ട് ദേ കാണുന്നതാണ് നമ്മുടെ നെല്ലിയാമ്പതി മലയാണ്. നേരെ ഇതേ മഞ്ഞ് പോകുന്ന ആ സ്ഥലമാണ് നെല്ലിയാമ്പതി മല. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വശത്തും മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാമാണ് ഈ പോത്തുണ്ടി ഡാം. ഇതേ പൊക്കത്ത് ഇങ്ങനെ കാണുന്നതാണ് നമ്മുടെ നെല്ലിയാമ്പതി. ഡാമിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച കേട്ടോ. അതേ അങ്ങ് നെൽപ്പാടങ്ങളും ചെറിയ ചെറിയ വീടുകളും. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതേ പാർക്ക്. നമുക്കിനി ആ പാർക്കിലേക്കാണ് പോകേണ്ടത്. ഇത് കണ്ടോ, വെറൈറ്റി ഒരു ഐറ്റം. ഇവിടെ സിപ്പ് ലൈന് 100 രൂപയും സ്കൈ സൈക്ലിങ്ങിന് 200 രൂപയാണ് ചാർജ്. അപ്പം നമുക്കൊന്ന് കാണാം. ബാലൻസ് ഒന്നും വേണ്ട, നേരെ ചവിട്ടി വിട്ടാൽ മതി. കണ്ടോ, അപ്പോൾ അത് ഇവിടെ വന്നാലുണ്ട് പോത്തുണ്ടി ഡാമിൻ്റെ തൊട്ട് താഴെ. അപ്പം നമ്മൾ കുതിരവണ്ടി കയറാൻ പോകണം കേട്ടോ. നമ്മളിപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കുതിര സവാരി നടത്തുവാണ് കേട്ടോ. ഇത് എത്ര മണിയൊക്കെ എത്ര മണി വരെ ഉണ്ട് ചേട്ടാ? 4 തൊട്ട് വൈകിട്ട് വരെ അല്ലേ? ആണോ, എത്ര വണ്ടി ഉണ്ട് ഇവിടെ? ഇങ്ങനെ 2 വണ്ടി. ഇങ്ങനെ ഈ ഡാമിൻ്റെ ഇതിൽ ഇങ്ങനെ പോയിട്ട് തിരിച്ചു പോകും അല്ലേ? തിരിച്ചു വരും. ആ, പിന്നെ ഈ കുതിരയുടെ പേരെന്നാ? രാജ. കുതിരയുടെ പേര് രാജ. എന്താ പറയുന്നത്? കൊള്ളാം. നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വരിക. നമ്മുടെ ഈ പോത്തുണ്ടി ഡാമിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം. അടിപൊളി ഒരു വൈബാണ് കേട്ടോ. ഇങ്ങനെ ഒരു കുതിര വണ്ടിയിലെ ഒരു സവാരി. ഇതിങ്ങനെ ഇവിടെ കുതിര സവാരി തുടങ്ങിയിട്ട് ഒത്തിരി കാലമായോ? നാം വന്നിട്ട് 3 കൊല്ലം അല്ലേ? ഇവിടെ ശരിക്കും എന്നൊക്കെ കാണാനുള്ളത് നമുക്ക് ഈ പോത്തുണ്ടിന്റെ മുകളിൽ നെല്ലിയാമ്പതി വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഡാമിന്റെ എന്തൊക്കെയാണ്? സൈക്കിൾ സവാരി ഉണ്ട്, അതതിന്റെ പൊക്കത്താണോ? അതിന്റെ ലാസ്റ്റ്. അതുകൂടാണ്ട് അതുണ്ട്. പിന്നെ ഈ ഡാം കാണാൻ പറ്റും അല്ലേ? ഇത് മണ്ണ് കെട്ടുള്ള ഡാമാണ് ഇതല്ലേ? മണ്ണുകൊണ്ടുണ്ടാക്കിയല്ല? മണ്ണുകൊണ്ട് വെച്ചത്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ വന്ന എല്ലാവരും ഈ സവാരി മിക്കവാറും നമ്മളെ വിളിച്ചിട്ട് വരാറുള്ള ആളുണ്ട് ഉണ്ടല്ലേ? ട്രെയിലറായിട്ട് തരുന്നത്. അത് ശരി. സവാരി എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു കേട്ടോ. ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ അതാണ് ഗിയർ ബോക്സ്. ഇതാണ് ഗിയർ ബോക്സ്. ഓക്കെ. ഇതിലാണ് മെയിൻ. അതല്ലേ വലിക്കുന്നു അല്ലേ? 4 പല്ലായിട്ടുള്ള കുട്ടിയാണ്. ഇത് തിരിക്കുന്ന മറ്റേ പാടം അല്ലേ? ലെഫ്റ്റ് കയറ് പിടിച്ചാൽ അങ്ങോട്ട് പോകും. കല്യാണ ഫംഗ്ഷനൊക്കെ എടുക്കാറ്. ഇത് കല്യാണത്തിന് ഫംഗ്ഷന് പോകും. മൊത്തം എത്ര ആൾക്ക് കയറാൻ പറ്റും ഇതില്? 10 ആള് കയറാം അല്ലെ? ഒറ്റ ടൈം അല്ലേ? അടിപൊളി കൊള്ളാം. ഇത് നമ്മുടെ മറ്റേ ഈ ടൈപ്പ് ടയറായോണ്ട് കുഴപ്പമില്ല അല്ലേ? ഇത് ഷോക്കും ഉണ്ടോ? ഷോക്കുണ്ട്, ഡബിൾ വില്ല്. എന്റെ ദൈവം. അപ്പൊ കുതിരയ്ക്ക് അധികം ആയാസമില്ല. ഓക്കെ, മതി അല്ലേ? വരില്ല. ഇപ്പൊ ഇങ്ങനത്തെ ഇതായോണ്ട് കുഴപ്പമില്ല അല്ലേ? ഇത് പഞ്ചറാവില്ല. ഓ, തമിഴ്നാട് വർക്ക് ചെയ്യണം. ആണോ? ഇത് ധാരാ വർക്ക് ചെയ്യും അവിടെ ചെയ്യുന്ന അല്ലേ? തമിഴ്നാട് ചെയ്യുന്ന വർക്ക്.
അപ്പോൾ ഇനി ഒരു വൺ ഡേ ട്രിപ്പ് ആലോചിക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് പോരെ പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഡാം. ഈ വഴി നേരെ പോവുകയാണെങ്കിൽ നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് എത്താൻ പറ്റും. പൊളി വൈബാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൺ ഡേ ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ് ഈ പോത്തുണ്ടി, പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി. ഇവിടെ എത്താൻ വടക്കഞ്ചേരിയിൽ നിന്നും നേരെ നെന്മാറ വന്നാൽ ഇവിടെ എത്താൻ പറ്റും. ഈ കുതിരവണ്ടി യാത്രയ്ക്ക് 100 രൂപയാണ്. പിന്നെ പാർക്കിൽ പ്രവേശന ചാർജ് 20 രൂപ. അപ്പം 120 രൂപ കൊടുത്താൽ ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പ് നമുക്ക് നടത്താൻ പറ്റും.